കിഡിലും കൊത്തു പൊറാട്ടയും അടിപൊളി കപ്പ ബിരിയാണി കിട്ടുന്ന സ്പോട്ട് കാണിച്ചെന്നാലോ? വന്നോളി. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ഷെരീഫ് ഖാൻ. നമ്മൾ വന്നിട്ടുള്ളത് ഷെരീഫ് ഖാൻ്റെ NVH തട്ടുകടയിലാണ് കേട്ടോ. ചെന്ന പറയാം നമ്മളൊരു കപ്പ ബിരിയാണിയും ഒരു കൊത്തു പൊറാട്ടയും ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കപ്പ ബിരിയാണിയിലേക്കാണ് നിന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അതിൽ തന്നെ കുറച്ച് ഗ്രേവി കാര്യങ്ങളൊക്കെ ഒഴിച്ച് അതിൻ്റെ കൂടെ മുളക്, മല്ലിച്ചപ്പ്, അങ്ങനെ ഉള്ളിയൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടും ചൂടാക്കി കൊണ്ട് എടുത്തിട്ടോ. അതിൻ്റെ കൂടെ ഗ്രേവിയും കുറച്ച് ബീഫ് കറിയും ഒക്കെ വെച്ചിട്ട് നല്ല പോലെ വയറ്റി കൊണ്ടെടുത്തു. അതിൻ്റെ മുകളിലേക്ക് നല്ല പുഴിഞ്ഞിട്ട് പൊടിയാക്കി വെച്ചിട്ടുള്ള നല്ല കിഡിലൻ കപ്പ ഉണ്ടായിട്ടോ അവിടെ. അതിങ്ങോട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ 3-4 കയ്യിലും കൂടെ കോരിയിട്ടിട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാട്ടോ അവിടെ സാധനം കൊടുക്കുന്നത്. അപ്പോൾ കപ്പ നല്ല ഗ്രേവിയിലേക്ക് നല്ലോണം കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബീഫ് വേറെ തന്നെ നല്ല ഫ്രൈ ആയി കൊണ്ടുവന്നിട്ട് അതിക്കുന്നത്. ഇവിടുത്തെ ബീഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലില്ലാതെ അടിപൊളി കിഡിലൻ ബീഫാട്ടോ അതിലിടുക. വേറെ ഒന്നും ഉണ്ടാവില്ല, പതിരു കാര്യങ്ങളോ, നല്ല പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലുകറി ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. കപ്പ ബിരിയാണി തന്നെ എല്ലുകറിയിൽ വെക്കുന്നുണ്ട്, അതേപോലെ ചിക്കനിൽ വെക്കുന്നുണ്ട്, ബോട്ടിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി സാധനം. ഒരുപാട് വെറൈറ്റി കപ്പ ബിരിയാണികളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്കുള്ള കപ്പ ബിരിയാണി ഇതാ സെറ്റായിട്ടുണ്ട്. ആ പ്ലേറ്റിലേക്ക് മാറ്റി ചെയ്യുന്നുണ്ട്. ഒരു 2 പേർക്കൊക്കെ ഒരു പൊറാട്ടയും കൂട്ടി കഴിക്കുകയാണെങ്കിൽ വയറ് നിറച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല ഒരു ഫുൾ പ്ലേറ്റ് നിറച്ചിട്ടാട്ടോ. അതിൻ്റെ മുകളിൽ നല്ല ക്വാണ്ടിറ്റി തന്നെ സലാഡും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളേതായാലും കപ്പ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി നോക്കട്ടോ. ഇവിടെ എല്ലാവരും അക്ഷമരായി കാത്തു കേട്ടത്. വരാൻ വേണ്ടിയിട്ട് വേഷം എന്നിട്ട് നിൽക്കുകയാണ് കണ്ടില്ലേ. അതായത് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടോ? വലിയ മോശമില്ലാത്ത ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. അതാണ് നമ്മൾ ബീഫിൽ ചിക്കനിൽ ബോട്ടി ബീഫ് മിക്സ്, ബോട്ടി ബീഫ് എഗ്ഗ്, ചിക്കൻ എഗ്ഗ്, ബീഫ് എഗ്ഗ്, 6 ഐറ്റം. കപ്പ ബിരിയാണിയിലോ 6 ഐറ്റം. എല്ലാത്തിലാണ് പൊറോട്ടയിലും 6 ഐറ്റം. പിന്നെ നെയ്ച്ചോറ്, പൊറോട്ട, ചപ്പാത്തി. അതിലേക്ക് ചിക്കൻ മസാല ഉണ്ട്, ബീഫ് മസാല ഉണ്ട്, ബോട്ടി മസാല ഉണ്ട്. പിന്നെ ബോട്ടി ബീഫ് ചിക്കൻ. അടുത്തത് നമ്മൾ കൊത്തു പൊറാട്ട ഉണ്ടാക്കുന്നത്. കൊത്തു പൊറാട്ടയ്ക്ക് വേറെ പൊറാട്ട പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ടിങ് പൊടിയിൽ വെച്ച് നല്ല നുറുക്കി പീസാക്കിയിട്ടാണ് ഇപ്പോൾ ചട്ടിയിലേക്ക് ഇടുന്നത്. ചട്ടിയിലേക്ക് ഇടുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഉള്ളിയും മുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഓയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊണ്ട് എടുത്തിട്ട് അതിലേക്ക് തന്നെ ചെറിയ കുറച്ച് ഗ്രേവിയൊക്കെ വെച്ചിട്ട് അതിനെ മിക്സ് ചെയ്യാം അവിടെ. എണ്ണക്കടിയില്ല ഇവിടെ, എണ്ണ ചട്ടിയില്ല, എണ്ണക്കടിയില്ല. ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ പഴം ഉണ്ടായിരുന്നു. ഉന്നക്കായി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉന്നക്കായി ഉണ്ടാക്കി കാരണം കുക്കറപ്പ ഉണ്ടാക്കി. അതെ കുക്കറപ്പ ഉണ്ടാക്കി. സാധാരണ വറുത്ത കറി ഉണ്ടാക്കിയില്ല, ഇത് നേരം ഉണ്ടാക്കി. ബോട്ടി ബീഫ് മിക്സ് ആക്കല്ലേ. എഗ്ഗ് പൊരിച്ചിട്ടുണ്ടാക്കാം, അല്ലാണ്ട് ഉടച്ച് വരില്ല. പൊരിച്ചിട്ടുണ്ടാക്കാം, അല്ലാണ്ട് ഒരിക്കലും ഉടച്ചുണ്ടാക്കരുത്. ഒരു മധുരിപ്പുണ്ടാക്കാം, ടേസ്റ്റ് ഉണ്ടാവില്ല. കൊത്തുപൊറോട്ടയ്ക്ക് നല്ല ഉള്ളി വേണം. ഷെരീഫ് ഖാൻ ഒറ്റക്കാണ് കേട്ടോ. വൈകുന്നേരം 7 മണി മുതൽ രാവിലെ പുലർച്ചെ 7 മണി വരെയാണ് കേട്ടോ അവിടെ ഉണ്ടാകുക. ഏത് സമയം, രാത്രിയിൽ ഏത് സമയത്ത് പോയാലും അവിടെ കപ്പ ബിരിയാണി കൊത്തു പൊറാട്ട റെഡി ഉണ്ടാവും കേട്ടോ. ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് സെറ്റാക്കി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മളെ കൊത്തു പൊറാട്ട അവിടെ സെറ്റായി കൊണ്ട് നിൽക്കുക കേട്ടോ. ഏകദേശം പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. നമുക്കുള്ള കൊത്തു പൊറാട്ടയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഇത് അത്യാവശ്യം ഒരു പ്ലേറ്റിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ സാധനം. നമ്മൾ 4 ആൾ പോയിട്ട് ഒരു കൊത്തു പൊറാട്ടി ഒരു കപ്പ ബിരിയാണി ആയിട്ട് കഴിച്ച് അത് തന്നെ വയറ് നിറച്ച് കഴിക്കാണ്ടായിരുന്നു. ബാക്കിയായിരുന്നു സാധനം. കൊത്തു പൊറാട്ട നമ്മൾ ഓർഡർ ചെയ്തത് ബീഫും ബോട്ടിയും കൂടി മിക്സ് ചെയ്തിട്ടാണോ ഒരു
അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. പ്ലേറ്റിലെത്തിയിട്ട സാധനം കിഡിലെല്ലാം കൊത്തു പൊറാട്ട. ഫാത്തിമാണെങ്കിൽ കാത്ത് നിൽക്കാണിത് പിടിക്കാൻ ഇതുമായിട്ട്. ഓളെ കൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റായിട്ട് നോക്കിച്ചാലോ. ഈ പൊറാട്ടയും കൂട്ടിയിട്ട് നല്ല ചൂടുള്ള പൊറാട്ട കേട്ടോ. പൊറാട്ട ഇങ്ങനെ കൂട്ടിയിട്ട് ആ ഒരു കപ്പ ബിരിയാണിയും അതേപോലെ കൊത്തു പൊറാട്ടയും ഒരു പിടുത്തം പിടിച്ചിട്ട് ഇങ്ങോട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇപ്പോൾ ഫാത്തിമൻ്റെ അഭിപ്രായം നോക്കല്ലേ നമ്മൾ എങ്ങനെയുണ്ട് ബോട്ടി കൊണ്ട് ഉണ്ടാക്കിയ കൊത്തു പൊറാട്ട എന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഫാത്തിമ? അത് പിന്നെ അങ്ങനെ പറയുമല്ലോ. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നുള്ളത് നമ്മളെ താമരശ്ശേരി ചുങ്കത്താട്ടോ. ചുങ്കം കഴിഞ്ഞിട്ടുള്ള NVH തട്ടുകട കേട്ടോ. ചുങ്കം കഴിഞ്ഞിട്ട് വയനാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണണ്ട ഒരു സ്പെയർ പാർട്സ് ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ന്യൂ NVH തട്ടുകട കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് പറയണേ. താങ്ക് യു.